Okay, June 14th, second session started. നമുക്ക് എൻട്രീസ് ഒക്കെ നല്ലതുള്ള നോക്കാം. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ റെസിസ്റ്റൻസ് അതിൻ്റെ തൊട്ട് മേളിൽ വേറൊരു റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിവിടം വരെ ഒക്കെ പോവാം. അപ്പോൾ നമ്മൾ ഇവിടെ സെല്ലടിച്ചാലും ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് അർത്ഥം. മാർക്ക് ചെയ്തേക്കാം. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകാനാണ് ചാൻസ്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എടുക്കാനൊരു മടി. ഇവിടെ വേറൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടെ സെല്ല് വരാൻ ചിലപ്പോൾ. മാർക്ക് ചെയ്തേക്കാം, എടുക്കണ്ട. ഇപ്പോൾ കറൻറ്റ് ഒരു റെസിസ്റ്റൻസിൽ വെക്കുന്നത്. അയ്യോ, ഞാൻ സെല്ലടിക്കാൻ ഉദ്ദേശിച്ച് കുറച്ചൊരു മേളിലായിരുന്നു. ഇവിടെ ആയിരുന്നു ഒരെണ്ണം എടുത്തു. ഇത്തിരി റിസ്ക്കിയാണ്, വേറൊന്നുമില്ല. നമ്മൾ 2 ട്രേഡ് എടുത്തല്ലോ. ഇത് ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് റിവഞ്ച് ആക്റ്റീവ് ആവും. അപ്പോൾ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്തിരിക്കുക. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ വേണമെങ്കിൽ ഒരു $10 ആണെങ്കിൽ വിഡ്രോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതായത് $25 നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മിനിമം വിഡ്രോ എന്ന് പറയുന്നത് $10 ഈ പോക്കറ്റ് ഓപ്ഷനിൽ. ലീവ് ഇറ്റ്. വേറെ നോക്കാം. കണ്ടോ, ഇവിടെ ബൈ എടുക്കാൻ ഞാൻ ബൈ ചെയ്യാൻ പോയതായിരുന്നു. പക്ഷെ അത് താഴേക്ക് വരണം. ട്രെൻഡ് ലൈൻ വരച്ചാണ് ശരി. അത് കണ്ടത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. കണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ വരക്കാം. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു സെഷനിൽ ഇത് നോക്കിക്കൊണ്ടിരുന്ന വെച്ചായിരുന്നു. കുറേ നേരമായിട്ട് ഇവിടെ കിടന്ന് കളിക്കുകയായിരുന്നു. പക്ഷെ താഴേക്ക് പോയില്ല, മേലോട്ട് തന്നെ. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഇവിടെ ഒരു സെല്ലടിക്കായിരുന്നു. ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്യണം. വിക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലടിക്കാം. പക്ഷേ നോക്കാം. വിക്ക് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല്ലടിക്കാം. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ ചാൻസ് ആണ്. പക്ഷേ അത് ബ്രേക്ക് ചെയ്തു. സാധ്യത കുറവാണ്. വാവ്, സൂപ്പർ. നല്ല എൻട്രി ആയിരുന്നു കേട്ടോ.
എടുത്ത് വെച്ചെങ്കിൽ ആ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടില്ലേ കിട്ടും. വേറൊന്നുമല്ല, ഇതിപ്പോൾ 3, 4, 5ാമത്തെ പ്രാവശ്യമാണ് ഈ സപ്പോർട്ടിൽ ഒന്ന് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടുക 50-50 ആണ്, ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ആ ട്രേഡ് പ്രോഫിറ്റായി. ഓൾറെഡി അനാലിസിസ് പറഞ്ഞിരുന്നല്ലോ. 1, 2, 3, 4 4ാമത്തെ തവണയായിരുന്നു അവിടെ വന്ന് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസാണ് അവിടെ കൂടുതൽ. അതുകൊണ്ട് നമ്മളെടുത്തു. ഗുഡ് ട്രേഡ്. ഏകദേശം 72 പോയിൻറ്റ് ഉണ്ടോ, 72 പോയിൻറ്റോളം ഇതിൽ കിട്ടി. അപ്പോൾ അത് നോക്കിയാൽ മതി. നമ്മളൊരു റെസിസ്റ്റൻസ് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരുന്നു, പക്ഷെ അത് കണ്ടില്ല. അതല്ലെങ്കിൽ അവിടെ എടുക്കായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വീണ്ടും. അവിടെ വേണമെങ്കിൽ ബൈ ചെയ്യാം. ഒരു ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ ഇവിടെയും ആ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ട് താഴേക്കാണ്. ഓക്കെ, നമ്മൾ ഈ സെഷൻ 7 മിനിറ്റോളമായി. എന്താണ് ഇവിടെ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇവിടെ വേണമെങ്കിൽ ബൈ ചെയ്യാം കേട്ടോ, ഒരു 2 മിനിറ്റൊക്കെ ഇട്ടിട്ട്. എന്നുവെച്ചാൽ ഒരു ഹാമർ വന്നേക്കുന്നുണ്ടോ, റിസ്ക് എടുക്കാവുന്നതാണ്. നമുക്ക് അത് വാച്ച് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എന്താ സംഭവിക്കും. ഞാൻ ട്രേഡ് എടുക്കുന്നില്ല. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെയുള്ളത്. അപ്പോൾ ഈ ഭാഗമുണ്ടല്ലോ, ഇവിടെ സപ്പോർട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് ട്രെൻഡ് ലൈൻ വരെ വരാൻ ചാൻസ് ഉണ്ട്. വേണ്ട, ബ്രേക്ക് ചെയ്യാൻ പോകണം. ബ്രേക്ക് ചെയ്താൽ താഴേക്ക് ട്രെൻഡ് ലൈൻ വരെ വരും. ബ്രേക്ക് ചെയ്യണം. ഇവിടെ ഒരു സപ്പോർട്ട്, അത് ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വരും. എടുക്കാൻ നന്നായി, നമ്മൾ എടുത്തില്ല. കുറച്ച് സപ്പോർട്ടുണ്ട്, ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വരും. ഓക്കെ, ഒന്ന് മേലോട്ട് പോകും. ഇപ്പോൾ വന്നേക്കുന്ന ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ അത് ടീസർ ബോട്ടോട്ടോ, അതും റിവേഴ്സൽ പാറ്റേണിൽ വരുന്നൊരു ക്യാൻഡിലാണ്. അതിന് തൊട്ട് മുന്നേ ഒരു ഹാമറും ഉണ്ട്. മേ ബി മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ പക്ഷെ എടുക്കുന്നില്ല, ഒത്തിരി റിസ്ക്കിയാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തില്ല, പക്ഷെ ഒരു പ്രശ്നമുള്ളതേ ഈ ഭാഗത്ത് കണ്ട ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ഞാനേ ഇവിടെ എടുക്കാൻ കാരണം അത് വിക്ക് ക്രിയേറ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് എടുത്തത്. നോക്കാം, ആ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ മേളിലോട്ട് പോകും. മേളിൽ ലൈനിൽ ടച്ചും ചെയ്യണ്ടാവും.
ഇനി ഈ സെഷനിൽ 5 മിനിറ്റ് കൂടെ ഉള്ളൂ, 10 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, അത് പ്രോഫിറ്റായി. വെരി ഗുഡ് ട്രേഡ് എന്ന് പറയാം. ഇതിൻ്റെ അനാലിസിസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ സംസാരിച്ചതിന് റിവേഴ്സ് ഓപ്പോസിറ്റായിട്ട് ട്രേഡ് എടുത്തിരുന്നത്. ഓക്കെ, ഇതിൽ ഏകദേശം പോയിൻറ്റ് 183 കണ്ടോ, ഇവിടെ കണ്ടോ ഈ ഭാഗത്ത് അത്രയും പോയിൻ്റ് കിട്ടി. വെരി ഗുഡ് ട്രേഡ്. ഇവിടെ വീണ്ടും വേണമെങ്കിൽ ട്രേഡ് എടുക്കാവുന്നതാണ്, പക്ഷേ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നത് ഈ റെസിസ്റ്റൻസിൽ പോയിട്ട് താഴേക്ക് വരുമെന്നാണ് അല്ലേ. ഇവിടെ പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാഫ് മൊത്തത്തിൽ ഡൗൺ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളൊരു ബൈ ചെയ്തത്. ആ ബൈ ചെയ്യാൻ കാരണം ഈ ക്യാൻഡിൽ അതൊരു ഇൻവേർട്ടർ ഹാമറാണ് വിത്ത് വിക്ക്, വെരി ബിഗ് വിക്ക്. അപ്പോൾ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകും മേളിലേക്ക്, അതൊരു ചാൻസ്. ഓൾറെഡി പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ ടച്ച് ചെയ്യാൻ വേണ്ടി പോവുകയും വേണം. അപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ വിക്ക് ഫില്ല് ചെയ്യാൻ പോവും, റെസിസ്റ്റൻസ് ടച്ച് ചെയ്യാൻ വേണ്ടി പോകും. ഈ 2 ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് അവിടെ പെട്ടെന്നൊരു ബൈ എടുത്തത്. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ നെക്സ്റ്റ് ക്യാൻഡിൽ മേളിൽ ആ റെസിസ്റ്റൻസ് ടച്ച് ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഈ സെഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനാണ്. ഇനി അടുത്ത സെഷനിൽ കാണാമെന്ന് വെച്ചാൽ ഒരു $12 വിത്ഡ്രോ ചെയ്യാം. ചെറിയ എമൗണ്ടാണ്, പക്ഷെ എന്നാലും $25 ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പകുതി എമൗണ്ട്, അതായത് $12.5 അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. 50% പ്രോഫിറ്റാണല്ലോ. അപ്പോൾ ഞാൻ കുഞ്ഞ് പ്രോഫിറ്റാണെങ്കിൽ അതെടുത്ത് നമ്മളുടെ സേവിങ്സ്, അതായത് ട്രേഡിങ് ക്യാപിറ്റൽ വേറൊരു അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നുണ്ട്, അത് ഗ്രോ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. എന്നുവെച്ചാൽ അക്കൗണ്ടിൽ കിടക്കുന്ന ഈ ട്രേഡിങ് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാപിറ്റൽ എപ്പോൾ ട്രേഡിങ് ക്യാപിറ്റൽ ഈ ഇതിൽ കിടക്കുന്നത് എപ്പോഴായാലും റിസ്ക് ആണത്, എപ്പോഴാണെങ്കിലും അടിച്ചു പോകാം. അപ്പോൾ കുഞ്ഞ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്ത് നമ്മളുടെ മെയിൻ ട്രേഡിങ് ക്യാപിറ്റലായിട്ട് കീപ്പ് ചെയ്യുക വേറൊരു അക്കൗണ്ടിൽ. ഞാൻ ഫോളോ ചെയ്യുന്ന റിസ്ക് മാനേജ്മെൻറ്റ് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത സെഷനിൽ കാണാം. ഈ സെഷനിൽ നമ്മൾ 1 2 3 4 4 ട്രേഡ് എടുത്തു, 4 പ്രോഫിറ്റായിരുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ.